ഉച്ചയ്ക്ക് തന്നൊന്നും നേരെ ചൊവ്വേ കഴിച്ചില്ല അല്ലേ? പട്ടിണി കിടക്കാനാ ഉദ്ദേശമെങ്കിലേ ഇവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ. അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്തു? ചെറിയമ്മ ഗൗതം പറയുന്നത് മാത്രം വിശ്വസിച്ചു. എന്നെ ഭീഷണിപ്പെടുത്താൻ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും എളുപ്പമാണല്ലോ. ഇറക്കി വിടുമെന്ന് പറഞ്ഞ പോരെ. മോളെ കൽപ്പനെ, നിന്നെ നന്നായിട്ട് അറിയുന്നുണ്ട് അമ്മ ചോദിക്കുവാ. നീ പറഞ്ഞു വരുന്നത് ആരെയും ചതിക്കാനുള്ള കാര്യമൊന്നുമല്ലല്ലോ. അമ്മ അമ്മ ഞാൻ സത്യം പറഞ്ഞതാ. നീ സത്യം പറഞ്ഞ് അമ്മ ഇതുവരെ കേട്ടിട്ടില്ല. നീ ആരെയാ ദ്രോഹിക്കാത്തത്? രാധികയോ, എന്നെയോ, അമ്മയോ? അങ്ങനെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ മാറി മാറി നീ ദ്രോഹിച്ചിട്ടില്ലേ? അമ്മ, അതിന്റെ കൂലിയായിരിക്കും ചിലപ്പോ എനിക്ക് കിട്ടുന്നത്. എന്നെ കൊണ്ട് ഈ അവസ്ഥയിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അമ്മ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന് നീ സ്വയം ഉത്തരം കണ്ടെത്തിക്കോണം. ഇപ്പൊ നീ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ പ്രവൃത്തി കൊണ്ടാ. ഞാനും പരമേശ്വരേട്ടനും ഇവിടെ വന്നിരിക്കുന്നത് തീർത്ഥാടനത്തിനായിട്ടാ. മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് കുറച്ചെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കണം. കനത്തൊരു ഭാരം എടുത്ത് എനിക്ക് മനസ്സിൽ വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വിളിച്ച് നീ ശല്യം ചെയ്യണ്ട. അമ്മേ അമ്മേ, നിനക്ക് നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു നല്ല പെണ്ണായിട്ട് ജീവിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അതിനുള്ള മാർഗം നിന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. പെണ്ണ് പെണ്ണിന്റെ കരുത്ത് തിരിച്ചറിയേണ്ടത് സ്വന്തം മനസ്സിൽ നോക്കിയിട്ടാവണം. നീ എന്തായാലും ഫോൺ വെച്ചോ. അച്ഛനോട് എനിക്കിത് പറയാൻ പറ്റില്ല. വലിയ വലിയ നാണക്കേടുകൾ അങ്ങനങ്ങ് പങ്കുവെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ശരി മോളെ. അമ്മ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അതെങ്ങനെയാ? ഇപ്പോഴും ഞാൻ കള്ളം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എത്ര തവണ കള്ളം പറഞ്ഞു, എത്ര തവണ പറ്റിച്ചു. അന്നൊക്കെ ജയിച്ചതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ വെറുതെ തോറ്റതേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് ആരുമില്ല. എന്നെ ഭീഷണിപ്പെടുത്താനും കൊല്ലാനും ആളുകളുണ്ട്. ഇതെനിക്ക് ദൈവം തന്ന ശിക്ഷയാ. മുത്തശ്ശി, പതുക്കെ. പണിയൊക്കെ ഒതുക്കിയോ? കഴിഞ്ഞിട്ടില്ല മുത്തശ്ശി. എന്നാലും ഒരു 10 മിനിറ്റ് മുത്തശ്ശിയുടെ അടുത്തിരിക്കാന്ന് കരുതി. മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും വരവ് വലിയ സങ്കടമായല്ലേ? അവറ്റകൾ നന്നാവില്ലെന്നേ, ഒരു കാലത്തും നന്നാവില്ല. ഈ മറ്റുള്ളവർ കരയുന്ന കണ്ടിട്ട് എന്ത് സന്തോഷം കിട്ടാനാ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. മുത്തശ്ശി, അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. പോടി അവിടുന്ന്. എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കൊരു നാണക്കേടും തോന്നുന്നില്ല. സുകുമാരിയും പ്രിയങ്കയൊക്കെ ചിലപ്പോ ഇനിയും വരും. എന്റെ മുമ്പിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങള് സംസാരിക്കുകയും ചെയ്യും. പക്ഷേ ഇന്നലെ ഇറങ്ങാൻ ശ്രമിച്ചതുപോലെ ഇനി ജയഭാരതി ഇറങ്ങില്ല. കാരണം എന്താ? നിന്റെ അച്ഛൻ ദേവനാരായണൻ തിരുമേനിയുടെ ഒരു വാക്ക് എന്നെ കാണുന്നത് അമ്മ തന്നെയായിട്ടാണെന്ന് പറഞ്ഞില്ലേ? വരുണിനെ കാണുന്നത് എങ്ങനെയെന്ന് പറഞ്ഞില്ലേ?
എത്ര ആയുസ് ജനിച്ചു തീർത്താലാടി അത്രയും വലിയൊരാളിൽ നിന്ന് അങ്ങനൊരു വാക്ക് കേൾക്കുക. മുത്തശ്ശി, കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം കണിമംഗലത്ത് നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് നിന്നത് ഭാഗ്യമായി എന്നാ ഞാൻ കരുതുന്നേ. സ്നേഹിക്കാൻ അറിയാവുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ വലിയൊരു സ്വർഗം ഈ ഭൂമിയിലില്ല. മോളുടെ അച്ഛനും അമ്മയ്ക്കും സ്നേഹത്തിന്റെ വില നന്നായിട്ടറിയാം. അവര് പഠിപ്പിച്ചതുകൊണ്ട് നിനക്കും. എന്റെ മോള് പേടിക്കണ്ട കേട്ടോ. ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് മക്കളെ മുത്തശ്ശി ശല്യപ്പെടുത്തില്ല. നന്നായി മുത്തശ്ശി. എപ്പോഴും പറയുന്നത് പോലെ മുത്തശ്ശി ഇപ്പോഴും പറയ, എന്റെ വരുണ് ഭാഗ്യം ചെയ്ത കുട്ടിയ. കൺമുമ്പിലെത്തിയ ഒരുപാട് ആലോചനകൾ തള്ളിക്കളഞ്ഞിട്ട് അവൻ കണ്ടെത്തിയത് നിന്നെയല്ലേ, ഈ കുടുംബത്തിനെയല്ലേ. ഇപ്പോ ചില വീഴ്ചകളൊക്കെ ഉണ്ടാവും, നഷ്ടങ്ങളും ഉണ്ടാവും. പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്ത് വലിയ ചില കാര്യങ്ങൾ അവൻ നേടിവച്ചിട്ടുണ്ട്. അത് നിസാരമൊന്നും അല്ല മോളെ. മുത്തശ്ശിയുടെ മനസ്സിൽ സങ്കടമൊന്നും ഇല്ലാന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. സങ്കടമൊന്നും ഇല്ല, ഇപ്പൊ സന്തോഷം മാത്രമേ ഉള്ളൂ. നീയും നിന്റെ അച്ഛനും തന്ന സന്തോഷം കേട്ടോ. ഉം. ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അവര് വേറെന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുക. വരാൻ കുറച്ച് വൈകുമെന്നാ പറഞ്ഞേ. ഇവിടെ എന്താ പണി? ഇവിടുമാരെ ഭക്ഷണം കഴിപ്പിക്കണം, കിടന്നുറങ്ങണം. ശരിയടാ, ഞാൻ വിളിക്കാന്നാ. ഉച്ചയ്ക്ക് തന്നൊന്നും നേരെ ചൊവ്വേ കഴിച്ചില്ല അല്ലേ? പട്ടിണി കിടക്കാനാ ഉദ്ദേശമെങ്കില് ഇവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ. ആ